കുഞ്ഞാസ്തിച്ചേട്ടൻ്റെ വീട്ടിലുള്ള കിടപ്പ് പിന്നെയും തുടർന്നു. പുരപണി പൂർത്തിയായിരുന്നില്ല. കള്ളിയെത്താൻ വരുന്ന സുഖിച്ചേട്ടൻ അമ്മയോട് എത്ര നേരം സംസാരിക്കുന്നുവെന്ന് അയൽക്കാർ മാത്രമല്ല, ഞായറാഴ്ചകളിൽ അപ്പൻ്റെ അമ്മയും അപ്പൻ്റെ അപ്പനും ഞങ്ങളെ മാറ്റി നിർത്തി ചോദിച്ചും ഉറപ്പുവരുത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ മാത്രമാണ് അപ്പൻ്റെ കുടുംബത്തിൽപ്പെട്ടവർ പള്ളിയിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ കുട്ടികളോട് വർത്തമാനം പറഞ്ഞിരുന്നത് പോലും. പുരപണി പൂർത്തിയാക്കുന്ന കാലമായപ്പോൾ മുളയുടെ വാരിയും കൈക്കോലും ഒക്കെ മാറ്റി ആഞ്ഞിലിയുടെയും പ്ലാവിൻ്റെയും ഒക്കെ തടിയിൽ തീർത്ത കൈക്കോലും പട്ടികയുമൊക്കെയായി ഞങ്ങളുടെ വീടിന്. പക്ഷേ കയ്യിലുണ്ടായിരുന്ന പണം മുഴുവൻ തീർന്നു പോയതുകൊണ്ട് ഓടുവയ്ക്കുക എന്ന സ്വപ്നം നടപ്പാകാതെ പുല്ലുമേഞ്ഞ വീടിൽ തന്നെ അതൊടുങ്ങി. എങ്കിലും മൺഭിത്തിയിൽ തീർത്തതെങ്കിലും ഒരു മുറിയേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും മുൻപുണ്ടായിരുന്നേക്കാൾ മെച്ചപ്പെട്ട ഒരു വീടാണ് അപ്പോൾ ഞങ്ങൾക്കുണ്ടായിരുന്നത്. കടപ്ലാവിനോട് ചേർന്ന് നിന്ന ഭാഗം ചേർന്ന് ഒരു തൊഴുത്ത് അമ്മ ആ നാളുകളിൽ പണിതു. ഗ്രാമസേവകൻ്റെ പ്രത്യേക ലോൺ അടിസ്ഥാനത്തിൽ ലഭിച്ച ഒരു എരുമയെ കൂടിയായപ്പോൾ വീട്ടിൽ അധിക വരുമാനം ഒന്നുകൂടിയായി. ആ നാളുകളിൽ എല്ലാ ദിവസവും രാവിലെ കമ്പിളിപ്പുതുപ്പിനടിയിൽ കിടന്ന് ഞാനും ലാലിയും എഴുന്നേറ്റ് പോരാനുള്ള മടി കൊണ്ടും കാലിലെത്താൻ കമ്പിളിക്ക് നീളം കുറവായതുകൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ട് ഇടികൂടുന്ന ഒരു സ്വഭാവവും ഉണ്ടായിരുന്നു. രണ്ടുപേരും കൂടി തല്ലുകൂടി നേരം വെളുപ്പിനെ തന്നെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ അമ്മയുടെ അടി കൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ കലഹം അവസാനിക്കുക. പിന്നെ ഞങ്ങളെല്ലാവരും ചേർന്ന് കലങ്ങളൊക്കെ എടുത്ത് താഴെ പറമ്പിൻ്റെ അടിയിൽ കുര്യാക്കോച്ചേട്ടൻ്റെ കണ്ടത്തോട് ചേർന്നുള്ള ഓലിക്കൽ പോയി വെള്ളം കോരി വരും. അമ്മ പൊതുവിൽ ഒരു വലിയ കലത്തിലാണ് വെള്ളം എടുക്കുക. അതിൻ്റെ മേതെ ലാലിയും ജെസ്സിയും ചേർന്ന് അമ്മ അല്പം മുട്ടുകുത്തി ചാഞ്ഞു നിൽക്കുമ്പോൾ മറ്റൊരു കലം കൂടി എടുത്തതിന് മുകളിൽ വെക്കും. ലാലിയും ജെസ്സിയും ഓരോ കുടത്തിൽ തലയിൽ വെള്ളമെടുക്കും. എനിക്കും കിട്ടും ഒരു ചെറിയ കലം. ബിന്ദു വന്ന് പുട്ടുകുടത്തിലാണ് വെള്ളം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ആ ദിവസങ്ങളിലൊക്കെ അവൾ അണിഞ്ഞിരുന്നത് അമ്മ പണിക്ക് പോയിക്കൊണ്ടിരുന്ന ചാക്കോൻ ചേട്ടൻ്റെ വീട്ടിലെ ഇളയ കുട്ടിക്ക് തലേ വർഷം വാങ്ങിയ കരിനീല നിറമുള്ള ഒരു ഫോറിനുടുപ്പാണ്. അതിന് 4 രൂപയോ മറ്റോ കൊടുത്ത് അമ്മ വാങ്ങിയതാണ്. പിന്നെ ഞങ്ങൾ അമ്മയുടെ പുറകെ വരിയായി വെള്ളവും ചുമന്ന് കുന്നുകയറുന്നത് തന്നെ തൊട്ടടുത്ത കാലത്ത് പെറ്റ് വീണ പട്ടിക്കുഞ്ഞുങ്ങൾ പോലെയായിരുന്നു. ഈ രാവിലെ പിന്നെ അമ്മ ഈ വെള്ളമൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് ചെത്തിവെച്ച പടപ്പും പുല്ലിൽ നിന്ന് കുറച്ചെടുത്ത് പുൽക്കൂട്ടിലേക്ക് എരുമയ്ക്ക് അങ്ങ് ഇട്ട് കൊടുക്കും. ആ എരുമയെ കറക്കുന്നത് പോലും ഒരു പ്രത്യേക റിലീജിയസ് സെറിമണി പോലെയാണ്. അമ്മ അതിൻ്റെ വയറിലും അകിടിലുമൊക്കെ തലോടി അകിടൊക്കെ കഴുകി പാൽ കറന്ന് ഒരു കപ്പോളം പാലായി കഴിയുമ്പോൾ ജെസ്സി വന്ന് അത് മേടിച്ചുകൊണ്ട് പോയി ചായ ഉണ്ടാക്കാൻ തുടങ്ങും. പാൽ കറന്ന് വരുമ്പോഴേക്കും ജെസ്സി എല്ലാവർക്കും ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. പിന്നെ ലാലിയും ഞാനും ചേർന്ന് പല കുഞ്ഞു കുപ്പികളിൽ നിറച്ച് പാലുമായി അയൽപക്കത്തുള്ള വീടുകളിലേക്കെല്ലാം ഓട്ടമാകും. മിച്ചമുള്ള പാലുമായി അമ്മ പണിക്കരയേട്ടൻ്റെ കമ്പളികണ്ടത്തെ കടയിലേക്ക് പോകും. അവിടെ പാൽ കൊടുത്ത് വെച്ചിരിക്കുന്ന കന്നാസ് വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോഴാണ് ഞങ്ങൾ എടുത്തുകൊണ്ട് വരിക. വൈകുന്നേരം ഉച്ച കഴിഞ്ഞ് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാണ് ഈ എരുമയെ കറക്കുക. അത് ജെസ്സിയാണ് എരുമയെ കറക്കുന്നത്. ജെസ്സിക്കന്ന് ഒരു 15-16 വയസ്സുണ്ട്. 16 വയസ്സുണ്ട്. ജെസ്സി ഈ പാലൊക്കെ കറന്ന് എൻ്റെയും ലാലിയുടെയും കയ്യിൽ തന്നു വിടും. പനംകൂട്ടിക്ക് തിരിയുന്ന വഴി വലതുവശത്തുള്ള സോമൻചേട്ടൻ്റെ കടയിലാണ് ആ പാല് കൊടുക്കുക. അതിൻ്റെ എതിർവശത്ത് വഴിയിൽ വല്യപ്പൻ്റെയും അപ്പാപ്പന്മാരുടെയും കടയുണ്ട്. അവിടെ ഒന്നും നോക്കാതെ നേരെ ചെന്ന് സോമൻചേട്ടൻ്റെ കടയിൽ പാല് കൊടുത്ത് ഇറങ്ങുമ്പോൾ തലേ ദിവസം വിറ്റ് പോകാത്ത ബോണ്ടയും പരിപ്പുവടയും ഒക്കെ കേടായതുകൊണ്ടാവണം, വിൽക്കാൻ പറ്റാത്തതുകൊണ്ടോ ആകാം, സോമൻചേട്ടൻ എനിക്കും ലാലിക്കും കൂടി തരുമായിരുന്നു. അതുമായി നടന്ന് പെന്തിക്കോസ് വിളവിനടുത്തുള്ള കൊങ്ങിണിക്കായകളൊക്കെ പറിച്ച് തിന്ന് ഇങ്ങ് പോരും. അക്കാലത്ത് പുതിയ രുചികൾ കണ്ടെത്തുക എന്നൊരു സ്വഭാവം കൂടി എനിക്കും ലാലിക്കും ഉണ്ടായിരുന്നു. ഈ ബോണ്ടയോ പരിപ്പോടയോ ഒക്കെ ചേർത്ത് പഴുത്ത കൊങ്ങിണിക്കായകളും പിന്നെ പച്ച കൊങ്ങിണിക്കായകളും ചേർത്ത് ചവച്ച് രുചികൾ തിരിച്ചറിയാനും അത് കണ്ടെത്താനുമുള്ള ഒരു ശ്രമം ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് പലപ്പോഴും നടത്തിയിട്ടുണ്ട്.
ഫ്രീയായി കിട്ടിയ ഈ പലഹാരങ്ങൾ വീടെത്തുന്നതിന് മുമ്പേ തിന്നു തീർത്തിരിക്കുമെന്ന് എല്ലാ ദിവസവും ലാലിയും ഞാനും ഉറപ്പുവരുത്തിയിരുന്നു. അങ്ങനെയാകുമ്പോൾ ജെസ്സിക്കും ബിന്ദുവിനും ഒരു ഭാഗം കൊടുക്കണ്ടല്ലോ എന്ന സ്വാർത്ഥമായ ഒരിഷ്ടമായിരുന്നു ഞങ്ങളെ നയിച്ചിരുന്നത്. മിക്കവാറും വീട്ടിലെ തല്ലും ബഹളത്തിനും എല്ലാം കാരണം കുസൃതിയായ ഞാനായിരുന്നു. എങ്കിലും ലാലിയും ഞാനും തമ്മിൽ അടികൂടിയാലും ബിന്ദുവുമായി അടികൂടിയാലും ജെസ്സിക്കിട്ട് ഇടി കൊടുക്കാനായിരുന്നു ഞങ്ങൾ 3 പേരും എപ്പോഴും യൂണിയൻ കൂടിയിരുന്നത്. ജെസ്സിക്കിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് അധികം അടി കിട്ടില്ല എന്നുള്ളൊരു കാരണമായിരുന്നു ഞങ്ങൾക്ക് അവളോട് അത്രയ്ക്ക് ദേഷ്യം വരാനുള്ള കാരണം. അടി അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയാൽ പോലും അവൾ പൊന്നമ്മച്ചി പൊന്നമ്മച്ചി എന്ന് പറഞ്ഞ് പതുക്കെ തേങ്ങി കരയുന്ന സ്വഭാവമായിരുന്നു അവൾക്ക്. പക്ഷെ ഞങ്ങളാണെങ്കിൽ ഉച്ചത്തിൽ അലറി വിളിക്കും. അവൾ വളരെ പക്വതയുള്ള കുട്ടിയെപ്പോലെ ഒരു കന്യാസ്ത്രീയുടെ സ്വഭാവം വളരെ ചെറുപ്പത്തിൽ തൊട്ടേ കാണിച്ചു തുടങ്ങിയിരുന്നു. അവളുടെ ഈ പതുങ്ങിയുള്ള ഇരിപ്പ് ഞങ്ങൾ 3 പേർക്കും എപ്പോഴും കലിപ്പുണ്ടാക്കുന്നതായിരുന്നു. അതുകൊണ്ട് സാധിക്കുമ്പോഴെല്ലാം ഞങ്ങൾ 3 പേരും കൂടി അവളെ പിടിച്ചു നിർത്തി നല്ല ഇടി കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. വൈകുന്നേരങ്ങളിൽ അമ്മയോട് അത് അവൾ പറഞ്ഞു കൊടുത്താൽ പിറ്റേ ദിവസം ആ പറഞ്ഞു കൊടുത്തതിനും അവൾക്ക് ഇടി ഞങ്ങൾ കൊടുക്കുമായിരുന്നു. പുല്ല് ചെത്താനായി ഞാനും ലാലിയും ബിന്ദുവും ജെസ്സിയും ഒക്കെ ഞങ്ങളുടെ പറമ്പിലും അവിടെ തീർന്നു കഴിയുമ്പം അടുത്തുള്ള പറമ്പിലും ഒക്കെ പോകുമായിരുന്നു. പലപ്പോഴും വൈകുന്നേരങ്ങളിൽ ചെത്തിക്കൊണ്ടുവരുന്ന പടപ്പം പുല്ലിൽ മുറിഞ്ഞ പാമ്പിൻ്റെ കഷ്ണം പോലും പലപ്പോഴും കണ്ടെത്തിയിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ടുള്ള യാത്ര കഷ്ടതകൾ കുറഞ്ഞു വരുന്നത് പോലെയായിരുന്നു. ഞാൻ 5ാം ക്ലാസ്സിൽ നിന്ന് 6ലേക്ക് ജയിച്ചപ്പോൾ 1 വർഷമായി സീനിയറായി 5ാം ക്ലാസ്സിലുണ്ടായിരുന്ന ഞങ്ങളുടെ കൂട്ടത്തിലെ മുത്തച്ഛനായിരുന്ന പ്രസന്നൻ വിയാറും 6ലേക്ക് ജയിച്ചു. ആ ജയിച്ച റിസൾട്ട് അറിഞ്ഞ സന്തോഷത്തിൽ അവൻ ബ്രദേഴ്സിൽ നിന്ന് എനിക്ക് നന്നായി ചിരിക്കുന്ന വലിയൊരു ബോണ്ട വാങ്ങിത്തന്നു. അത് ഞാൻ കഴിച്ച ആദ്യത്തെ ഫുൾ ബോണ്ട ആയിരുന്നു. തുടർന്ന് ഉണ്ടായത് ജീവിതത്തിലെ തന്നെ മറ്റൊരു ഏടാണ്. ആ ഏട് ഇപ്പോഴും ഒത്തിരി ദുഃഖമുണ്ടാക്കുന്നതാണ്. ഞാൻ 6ാം ക്ലാസ്സിലെത്തിയപ്പോൾ ലാലി 6ൽ തോറ്റിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരേ ക്ലാസ്സിലായി. ഒരു ദിവസം മാത്രമേ ഞങ്ങൾ ഒന്നിച്ച് ഒരു ക്ലാസ്സിലിരുന്നിട്ടുള്ളൂ. പിന്നീട് അവൾ ഞങ്ങളെല്ലാവരും പള്ളിക്കൂടത്തിലിറങ്ങാൻ വീട്ടിൽ നിന്ന് തുടങ്ങുമ്പോൾ ഞങ്ങളോടൊപ്പം ഇറങ്ങുമെങ്കിലും പറമ്പിലെവിടെയെങ്കിലും ഒളിച്ചിരുന്നിട്ട് പള്ളിക്കൂടത്തിൽ വരാതായി. 2 ദിവസത്തിനകം അമ്മ അത് കണ്ടെത്തി. അങ്ങനെ അമ്മ അവളെ വിളിച്ച് ചോദിച്ചു, നീ എന്തിയെ പള്ളിക്കൂടത്തിൽ പോകാത്തതെന്ന്. അവൾക്കിനി പഠിക്കാൻ പോകണ്ട എന്ന് അവൾ മറുപടി പറഞ്ഞു. അമ്മയൊന്നും പറഞ്ഞില്ല. അവൾ പറഞ്ഞത് സ്വീകരിച്ചു. പക്ഷേ അധിക ദിവസം അവളെ വീട്ടിൽ തനിച്ചാക്കിയിട്ട് പോകാൻ അമ്മയ്ക്ക് താല്പര്യമില്ലായിരുന്നു. അതിനാൽ തന്നെ അമ്മ പണിയുന്നിടത്തേക്ക് അവളെയും കൂട്ടി അമ്മ പോകാൻ തുടങ്ങി. വീട്ടിലൊരു പെൺകുട്ടിയെ തനിയെ ഇരുത്തിയിട്ട് പോകാനുള്ള ഒരമ്മയുടെ ആകുലതയോ വിഭ്രാന്തിയോ ഒക്കെ ആയിരുന്നിരിക്കണം അവളെ കൂടെ കൊണ്ടുപോകാൻ പ്രേരിപ്പിച്ചത്. എന്നിരുന്നാലും ഒരാളുടെ ഫുൾ ടച്ച് കിട്ടിയില്ലെങ്കിലും അവർക്കൊപ്പം പണിയുന്ന അവൾക്ക് ഒരു കൂലിയും കുഞ്ഞുഞ്ഞമ്മ ചേടത്തി ഒപ്പിച്ചു കൊടുത്തു. അതിലൂടെ വീട്ടിൽ 2 പേരുടെ വരുമാനവും എരുമയുടെ പാലിൻ്റെ വരുമാനവും കൂടിയൊക്കെ ചേർന്ന് കൂടുതൽ മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ വന്നു ചേർന്നു. കമ്പളികണ്ടത്തിനടുത്ത് മുക്കടത്തെ LP സ്കൂളിൽ 5ാം ക്ലാസ് വരെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ 6ലേക്ക് കയറുമ്പോൾ പാറത്തോട്ടിലെ ഞങ്ങളുടെ സ്കൂളിൽ ഡിവിഷൻ മാറി മറ്റു കുട്ടികളും വരാറുണ്ട്. മുക്കടത്തുനിന്ന് വരുന്ന അമ്പിളി എന്ന കുട്ടി ഞങ്ങളുടെ ക്ലാസ്സിലായിരുന്നു. കമ്പളികണ്ടത്തെ ദേവീക്ഷേത്രത്തിൻ്റെ പിറകിൽ വീടുള്ള അവളുടെ അച്ഛൻ അവിടെ അടുത്തെവിടെയോ പള്ളിക്കൂടത്തിലെ വാദ്യാരായിരുന്നു. ആ വർഷം പതിവ് തെറ്റിച്ച് ഞങ്ങളുടെ പള്ളിക്കൂടത്തിലെ പുസ്തകങ്ങളെല്ലാം സർക്കാർ അങ്ങ് മാറ്റി. തൊട്ടടുത്ത വീട്ടിലെ ഷൈജുവിൻ്റെ പഴയ പുസ്തകങ്ങൾ പാതി വിലയ്ക്ക് വാങ്ങി അതുവരെ ഉപയോഗിച്ചിരുന്ന എനിക്ക് അപ്രാവശ്യം പുസ്തകം പുതിയതായി തന്നെ വാങ്ങേണ്ട അവസ്ഥയായി. ഓണാവധിയുടെ സമയം വരെയും പുതിയ പുസ്തകങ്ങൾ പള്ളിക്കൂടത്തിൽ വിൽപ്പനയ്ക്കെത്തിയില്ല. എങ്കിലും അമ്പിളിയുടെ കയ്യിൽ മാത്രം എല്ലാ പുസ്തകങ്ങളും ഞങ്ങളുടെ അധ്യാപകർക്ക് മുൻപേ ഉണ്ടായിരുന്നു. അവൾക്ക് മാത്രമാണ് ഞങ്ങളുടെ ക്ലാസ്സിൽ സ്കൂൾ ബാഗ് ഉണ്ടായിരുന്നത്. പാതി വിലയ്ക്ക് പുസ്തകം വിൽക്കാൻ പറ്റാതിരുന്നുകൊണ്ടാവണം ഷൈജു കടല മേടിക്കാനായി വാരാന്ത്യത്തിൽ വന്നിരുന്ന അണ്ണാച്ചിമാർക്ക് പുസ്തകം തൂക്കി വിറ്റു.
അപ്രാവശ്യം പുസ്തകങ്ങൾ വന്നപ്പോൾ അത് നല്ല നീളമുള്ള പുസ്തകമായിരുന്നു. പതിവുള്ള കുട്ടി പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നീളമുള്ള പുസ്തകങ്ങൾ വന്നപ്പോൾ മയിൽപ്പീലികളെ പെറാൻ വെക്കുന്ന പദ്ധതിക്ക് കൂടുതൽ ആർജവമായി. അതുകൂടാതെ പിൽക്കാലത്ത് മംഗളം, മനോരമ, സുനന്ദ, സഖി, ജനനി തുടങ്ങിയ പൈങ്കിളി വാരികൾ ആരും കാണാതെ ഒളിച്ചു വെച്ച് വായിക്കാനും ഈ പുസ്തകം കുട്ടികൾക്ക് സൗകര്യം നൽകി. ഓണാവധി കഴിഞ്ഞെത്തിയപ്പോൾ എല്ലാവരും പുസ്തകങ്ങൾ വാങ്ങിക്കാൻ തുടങ്ങി. സാമൂഹ്യ പാഠത്തിൻ്റെ പുസ്തകം ഞാൻ വാങ്ങിയിരുന്നില്ല. അതിന് 7 രൂപയാണ്. അമ്മ കുഞ്ഞുഞ്ഞമ്മ ചേട്ടത്തിയുടെ കൂട്ടത്തിൽ ഒരു ദിവസം കല്ല് ചുമക്കാനോ മണൽ വാരാനോ പോകുമ്പോൾ കിട്ടുന്ന കൂലിയുടെ പകുതിയോളം തുകയാണ് ആ പുസ്തകത്തിൻ്റെ വില. അരി വാങ്ങാൻ 3.25 രൂപയാണ് വില. അപ്പോൾ തന്നെ ഈ പഠിക്കാൻ പോകാനുള്ള ചിലവ് പോലും സാധാരണ ജീവിതത്തിൽ നിന്നും കൂടിയതും അതൊരു ലക്ഷറിയുമായി തീരുകയായിരുന്നു. അതുകൊണ്ടാവണം ഒത്തിരി പേരും പഠിത്തം നിർത്തിയത്. ഒരു ദിവസം ഞങ്ങളെ സാമൂഹിക പാഠം പഠിപ്പിച്ചിരുന്ന ടെസി സിസ്റ്റർ ഞങ്ങളുടെ ക്ലാസ്സിലെത്തുമ്പോൾ എനിക്ക് മാത്രം ക്ലാസ്സിൽ പുസ്തകമുണ്ടായിരുന്നില്ല. കുട്ടികൾ വർത്തമാനം പറഞ്ഞ് കുസൃതി കാണിച്ചുമൊക്കെ ശല്യം ചെയ്യുമ്പോൾ അവരെ എഴുന്നേൽപ്പിച്ച് നിർത്തി ഞുള്ളിപ്പറിക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നിനക്ക് എന്ത് കൃമികടിയാടി, എന്ത് കൃമികടിയാടാ എന്ന് പറഞ്ഞ് ശാസിക്കുന്ന ഒരു ശീലം ആ കന്യാസ്ത്രീക്കുണ്ടായിരുന്നതിനാൽ ഞങ്ങൾ കുട്ടികൾ ആ സിസ്റ്ററിനെ കൃമിയമ്മച്ചി എന്നാണ് വിളിച്ചിരുന്നത്. പുസ്തകം കയ്യിലില്ലായിരുന്ന ഞാൻ തൊട്ടടുത്തിരുന്ന ബിനുവിൻ്റെ പുസ്തകത്തിലേക്ക് നോക്കിയത് കൊണ്ടാവണം സിസ്റ്റർ എൻ്റെ കയ്യിൽ പുസ്തകമില്ലെന്നുള്ളത് മനസ്സിലാക്കി. പുസ്തകം എവിടെ എന്ന് ചോദിച്ചിട്ട് കൊണ്ടുവന്നില്ല എന്ന മറുപടിയാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ദുരഭിമാനമായിരിക്കണം പുസ്തകമില്ല എന്ന് പറയാൻ, അല്ലെങ്കിൽ പുസ്തകം വാങ്ങിയില്ല എന്ന് പറയാൻ എനിക്ക് മടിയായിരുന്നു. സിസ്റ്റർ എന്നെ ഏൽപ്പിച്ച് നിർത്തി 2-3 അടിയൊക്കെ തന്നിട്ടാണ് അന്ന് പോയത്. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. അന്ന് ഉച്ചയായപ്പോൾ അമ്പിളി ചോറൂണൊക്കെ കഴിഞ്ഞ് വന്ന് തൻ്റെ കയ്യിലിരുന്ന ചോറ്റുപാത്രം ഒന്ന് നന്നായിട്ട് അടച്ചു എന്ന് ഉറപ്പ് വരുത്താൻ എന്നവണ്ണം 2-3 വട്ടം ഞെക്കി അമർത്തിയിട്ട് എൻ്റെ അടുക്കലേക്ക് വന്നു. നിന്നോട് ടീച്ചർമാരുടെ ഓഫീസിലേക്ക് ചെല്ലാൻ സിസ്റ്റർ പറഞ്ഞു. അവളെന്നോട് പറഞ്ഞു. ആരാണ് എന്ന ഭാവത്തിൽ ഞാൻ അവളെ തുറിച്ചു നോക്കി. അപ്പോൾ അടക്കി പിടിച്ച സ്വരത്തിൽ ഒരു അധ്യാപകൻ്റെ മകളെന്ന വലിയ ബഹുമാനത്തോടും പക്വതയോടും കൂടി അവൾ എന്നോട് പറഞ്ഞു, നമ്മുടെ കൃമിയമ്മച്ചിയെ. ഇനിയും അടി തരാനാവുമോ എന്നോർത്ത് ഞാൻ പതുക്കെ അധ്യാപികമാരുടെ സ്റ്റാഫ് റൂമിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ സിസ്റ്റർ എന്നെ കണ്ടപാടെ ആ മുറിക്കകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് സാമൂഹ്യ പാഠത്തിൻ്റെ പുസ്തകം എനിക്ക് തന്നിട്ട് ഇത് നിനക്കാ എന്ന് എന്നോട് പറഞ്ഞു. എനിക്കറിയത്തില്ലായിരുന്നു നീ പുസ്തകം വാങ്ങിയിട്ടില്ലെന്ന്. അതാരോ പറഞ്ഞ് എനിക്ക് പണമില്ലാഞ്ഞിട്ടാണെന്ന് ആ സിസ്റ്റർ മനസ്സിലാക്കിയത് കൊണ്ടാണ് അന്ന് ആ പുസ്തകം വാങ്ങി തന്നത്. സ്നേഹത്തോടു കൂടി അവരെന്ന് ആ പുസ്തകം തന്നപ്പോൾ കൃമിയടിയെക്കുറിച്ച് പറഞ്ഞതോ പിന്നെ എന്നെ അടിച്ചതോ ഒക്കെ പെട്ടെന്നങ്ങ് അലിഞ്ഞില്ലാതായി. എത്ര പരുഷമായി പെരുമാറുന്നവരാണെങ്കിലും ചിലപ്പോൾ ഉള്ളിലൊക്കെ ഒരു നല്ല മുഖമുണ്ടാകുമെന്ന് എന്നെ പഠിപ്പിച്ചു തന്നതും ആ കന്യാസ്ത്രീയാണ്. തൊട്ടടുത്ത ദിവസം എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്ന മാത്യു സാറ് കണക്കിൻ്റെ പുസ്തകം എനിക്ക് വാങ്ങിത്തന്നു. അതിന് 8 രൂപയാണ് വില. എന്നെ പഠിപ്പിക്കുന്നില്ലായിരുന്നുവെങ്കിലും ഹൈസ്കൂളിലെ അധ്യാപികയായിരുന്നെങ്കിലും വത്സമ്മ ടീച്ചറാണ് അന്ന് ഉച്ച കഴിഞ്ഞ് ബാക്കി മുഴുവൻ പുസ്തകങ്ങളും എനിക്ക് വാങ്ങിക്കൊണ്ട് തന്നത്. ഇന്നും എനിക്കൊരമ്മയോടടുത്തതോ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ചും എൻ്റെ സ്കൂൾ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഓർത്തിരിക്കുന്ന അധ്യാപികയാണ് വത്സമ്മ ടീച്ചർ. ടെസി സിസ്റ്റർ ക്ലാസ്സിൽ വെച്ച് സ്റ്റാഫ് റൂമിൽ വെച്ച് സംസാരിച്ചത് കൊണ്ടാവണം വത്സമ്മ ടീച്ചർ എനിക്ക് എല്ലാ പുസ്തകങ്ങളും വാങ്ങിത്തന്നത്. പിന്നീട് അങ്ങോട്ട് പഠനത്തിനുള്ളൊരു മത്സരം പോലും നടന്നിരുന്നു. അമ്പിളിയും ബിന്ദുവും ഞാനും 1ാം സ്ഥാനത്തിനായി 5ാം ക്ലാസ്സിൽ മത്സരിച്ചെടുത്ത് മുക്കുടത്തു നിന്ന് പുതിയതായി വന്ന അമ്പിളി അവളുടെ നീണ്ട മുടിയും കവിളിലെ നുണക്കുഴിയുമൊക്കെയായി പഠനത്തിൽ മുന്നിട്ട് തന്നെ നിന്നു. പിന്നുള്ള നാളുകളിൽ 1ാം സ്ഥാനത്തിനുള്ള മത്സരം ഒന്നുമേ ഉണ്ടായിട്ടില്ല. 2-3 സ്ഥാനങ്ങൾക്കുള്ള മത്സരം മാത്രമേ നടന്നുള്ളൂ. എന്താണെങ്കിലും അമ്പിളിക്ക് തന്നെയാണ് 1ാം സ്ഥാനം ഉണ്ടാകിയെന്നത് ഓണപ്പരീക്ഷയുടെ റിസൾട്ടുകൾ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്കെല്ലാവർക്കും
മനസ്സിലായി. ആ നാളുകളിൽ ക്രിസ്മസിൻ്റെ പരീക്ഷയ്ക്കാണ്, അന്ന് ഫിസിക്സിൻ്റെ പരീക്ഷയ്ക്ക് ഒരു ടെംബ്ലറോ കെമിസ്ട്രിയുടേതോ ആണെന്ന് തോന്നുന്നു, ഒരു ടെംബ്ലർ വരച്ച് അടയാളപ്പെടുത്തേണ്ടതായിരുന്നു അവസാനത്തെ ചോദ്യം. അതിന് 8 മാർക്കായിരുന്നു. എൻ്റെ കയ്യിൽ പെൻസിലും കോമ്പസും ബോക്സും ഒന്നും ഇല്ലാത്തതിനാൽ പേന കൊണ്ട് ഞാൻ അതിൻ്റെ അടിയിൽ പെൻസിലും മറ്റുമില്ലാത്തതിനാൽ ഈ ചോദ്യത്തിന് ഉത്തരം എഴുതുന്നില്ല എന്നെഴുതി വച്ചിട്ടാണ് അവധിക്ക് പോയത്. അവധി കഴിഞ്ഞ് ആൻസർ ഷീറ്റുകൾ തിരിച്ചു തന്നപ്പോൾ ഓരോരുത്തരുടെയും മാർക്ക് മാത്യു സാർ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. 42 എന്ന എൻ്റെ പേര് വിളിച്ച് പറഞ്ഞതിന് ശേഷം എനിക്ക് അത് തന്നിട്ട് ഉത്തരക്കടലാസിൻ്റെ അവസാനം എഴുതി വെച്ച കുസൃതിയുടെ കാരണത്താൽ 2-3 അടി എൻ്റെ ചന്തിക്കിട്ട് ചൂരലുകൊണ്ട് തന്നിട്ടാണ് മാത്യു സാർ അന്ന് ക്ലാസ് റൂം വിട്ടത്. എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞൊരു 3 മണിക്ക് ശേഷം ഇൻ്റർവെൽ കഴിയുമ്പോൾ താഴത്തെ ബ്രദേഴ്സിൽ നിന്ന് ചായയും പലഹാരവും വാങ്ങിക്കഴിക്കുന്ന ശീലം അധ്യാപകരിൽ ഒട്ടുമിക്കവർക്കും അന്നുണ്ടായിരുന്നു. ഞാൻ ഇൻ്റർവെൽ സമയത്ത് സ്റ്റാഫ് റൂമിൻ്റെ മുമ്പിലൂടെ പോകുമ്പോൾ അവിടെ നിന്ന് കയ്യിലൊരു ബോണ്ടായും ഒരു കയ്യിൽ ബോണ്ടായും ഒരു കയ്യിൽ ചായയുമായിട്ട് മാത്യു സാർ നിൽപ്പുണ്ട്. രാവിലെ കിട്ട അടിയുടെ ദേഷ്യത്തിലാവണം ഞാൻ അദ്ദേഹത്തെ അല്പം നോക്കാൻ മടിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന ബോണ്ടായിൽ എൻ്റെ നോട്ടം പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങ് ചിരിച്ച് വിടർന്ന് വരുന്ന വലിയ ബോണ്ടയായിരുന്നു അത്. അപ്പോൾ അദ്ദേഹം എൻ്റെ നേരെ ദയോടൊന്ന് നോക്കിയിട്ട് ഇന്ന എന്ന് പറഞ്ഞുകൊണ്ട് ആ ബോണ്ട തന്നപ്പോൾ എനിക്ക് അതിൻ്റെ രുചിയുടെ ലഹരിയിലോ ആ ഇഷ്ടത്തിലോ ആ നോട്ടത്തിലോ ഒക്കെ രാവിലെ കിട്ട അടികളൊക്കെ അങ്ങ് മറന്നുപോയി. അന്ന് പാറത്തോട് പള്ളിയിൽ ഈവറസുമുണിയാളൻ്റെ ഒരു രൂപമുണ്ട്. അത് പെൺകുട്ടികളുടെ സൈഡിൽ നിന്നെടുത്ത് ആൺകുട്ടികൾ നിൽക്കുന്ന സൈഡിലേക്ക് ആ നാളുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ചൈനയിലെവിടെയോ ടൂറ് പോയി വന്ന് കൂടത്തിൽ കൊണ്ടുവന്ന ഒരു ഡ്രാഗനെ ആകണം വലിയൊരു കുന്തം ഉപയോഗിച്ച് കുത്തിത്താത്തുന്ന ഒരു രൂപം എന്നിലെ കുട്ടിയിൽ എപ്പോഴും അത്ഭുതമിടർത്തിയിരുന്നു. പക്ഷേ ഗീവറസുനാളം വിചാരിച്ചാൽ എല്ലാ കാര്യവും സെറ്റാക്കി തരുമെന്ന് എനിക്ക് വലിയൊരു പ്രതീക്ഷയായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് വരുമ്പോൾ പാറത്തോട് പള്ളിയുടെ അരികിലെ വാതിൽ തുറന്നിട്ടിരിക്കുന്നതിലൂടെ അച്ഛൻ്റെ മുറിയുടെ സൈഡിൽ നിന്ന് ഞാൻ ആ പള്ളിക്കകത്ത് കയറി മുട്ടുകുത്തി എൻ്റെ ആവശ്യങ്ങളെല്ലാം ഗീവറസുമുണിയാളനോട് പറയുമായിരുന്നു. കുന്തം കൊണ്ട് ഡ്രാഗനെ കുത്തുന്ന തിരക്കിലായതുകൊണ്ടോ മറ്റ് പ്രാർത്ഥനകൾ കെട്ടിക്കിടന്നുകൊണ്ടോ എന്നറിയില്ല, അക്കാലത്ത് ഞാൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയും പുണ്യാളൻ കർത്താവിൻ്റെ മുമ്പിൽ എത്തിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. വേനലവധിയുടെ പകുതിയാകുമ്പോഴാണ് പള്ളിക്കൂടത്തിൽ റിസൾട്ട് വരിക. റിസൾട്ട് എന്നാണ് വരുന്നത് എന്നുള്ളത് സ്കൂൾ അടയ്ക്കുമ്പോൾ ആരും പറയുമായിരുന്നില്ല. തൊട്ടടുത്ത് കാണുന്ന എല്ലാ പള്ളികളിലും അച്ഛന്മാരാണ് ഡേറ്റ് ഒരു ഞായറാഴ്ച കുർബാനയ്ക്ക് അവധിക്കാലത്ത് ഇന്ന ദിവസം പാറത്തോട്ട് പള്ളിക്കൂടത്തിലെ റിസൾട്ട് വരുമെന്ന് അറിയിക്കുക. പള്ളി കുർബാനയിൽ പോകാത്തവർക്ക് പള്ളിയിൽ പോയവർ ആ ഡേറ്റിനെ കുറിച്ചുള്ള വിവരം കൊടുക്കും. ഞങ്ങളുടെ പള്ളിക്കൂടത്തിൽ റിസൾട്ട് എഴുതി വെക്കുന്നത് ഹെഡ് മാസ്റ്ററുടെ മുറിയോട് തൊട്ട് ചേർന്ന് ക്ലർക്കും പിയൂൺമാരുമൊക്കെ ഇരിക്കുന്ന ഒരു കൊച്ചുമുറി ഉണ്ടായിരുന്നു. ആ മുറിയിൽ ക്ലർക്കിരിക്കുന്ന മേശയോട് ചേർന്ന് ഒരു ഒറ്റപ്പാളി ജനാലയുണ്ടായിരുന്നു. ആ ജനലിൻ്റെ പാളി തുറന്നിട്ട് ആ തുറന്ന ഭാഗത്ത് ആ പലകയിലാണ് റിസൾട്ട് എഴുതി വെക്കുക. ആ ഇത്തിരി പോകുന്ന സ്ഥലത്ത് നിന്ന് കാണാനുള്ള തിരക്കിലും തിക്കിലും ഒക്കെ പെട്ട് അവസാനം അടിപിടിയിൽ കലാശിക്കുക ഞങ്ങൾ ആൺകുട്ടികളുടെ ഒരു ശീലമായിരുന്നു. അങ്ങനെ ഞാൻ 6ാം ക്ലാസ്സിൽ നിന്ന് 7ലേക്ക് ജനിച്ചു. അക്കാലത്തൊന്നും ഞങ്ങളുടെ വീട്ടിൽ എല്ലാ ദിവസവും ഇറച്ചി മേടിക്കുന്ന ഒരു ശീലമൊന്നും ഉണ്ടായിരുന്നില്ല. അവധി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങളുടെ സ്കൂൾ ആനിവേഴ്സറിക്ക് എനിക്ക് തരക്കേടില്ലാത്ത ഒരു റോള് നാടകത്തിൽ അഭിനയിക്കാൻ കിട്ടി. സാധാരണ യൂത്ത് ഫെസ്റ്റിവലിൽ 1ാം സ്ഥാനം കിട്ടുന്നവരെയാണ് ആ കലാപരിപാടികളാണ് ആനിവേഴ്സറിക്ക് അവതരിപ്പിക്കുക. അധ്യാപകരുടെ മക്കളാണെങ്കിൽ സമ്മാനം ഉറപ്പായിരുന്നു. അതുകൂടാതെ അവർക്ക് കിട്ടിയ സമ്മാനങ്ങളുടെ കലാരൂപങ്ങൾ മാത്രമല്ല, അവർ പുതിയതായി അവതരിപ്പിക്കുന്ന ഒരു കലാപരിപാടി കൂടി അവതരിപ്പിക്കാൻ അവരുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും അധ്യാപകരാണ് എന്ന പ്രിവിലേജ് എപ്പോഴും അവർ മുതലാക്കിയിരുന്നു. അന്ന് അമ്മ സ്ഥിരം പണിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു ലില്ലി ടീച്ചറായിരുന്നു ആ നാടകത്തിൻ്റെ സംവിധായിക. ഞാൻ അഭിനയിച്ച ആ നാടകത്തിൽ എനിക്കൊരു ബാലൻ്റെ റോളായിരുന്നു, ഒരു കൊച്ചുകുട്ടി.
മെയിനായിട്ടും വൈകുന്നേരം രാമരാമ ചെല്ലുന്നതായിരുന്നു എൻ്റെ ജോലി. ആ നാടകത്തിൻ്റെ പേര് വിഷമവൃത്തം എന്നായിരുന്നു. വീടിൻ്റെ അക്കരെ കശാപ്പ് കട നടത്തിയിരുന്ന കുമാരൻ ചേട്ടൻ്റെ മകൾ കനക ചേച്ചിയായിരുന്നു ആ നാടകത്തിലെ മുത്തശ്ശി. ഞങ്ങളുടെ വീട്ടിൽ ഇറച്ചി മേടിച്ചിരുന്നത് ക്രിസ്മസിനും ഈസ്റ്ററിനും മാത്രമാണ്. പക്ഷേ ഞങ്ങളോടുള്ള ദയയോ കാരുണ്യമോ ഒക്കെ കൊണ്ടാവണം ഞായറാഴ്ച കശാപ്പ് നടന്ന് ഇറച്ചിയൊക്കെ വിറ്റ് തീർന്നു കഴിയുമ്പോൾ വിറ്റ് പോകാതിരിക്കുന്ന പശല കൂടി മൂടിയ 2-3 കഷ്ണങ്ങൾ മേരിച്ചേടത്തിയെ എന്നുറക്കെ വിളിച്ചിട്ട് അദ്ദേഹം ഞങ്ങൾക്ക് തന്നുവിടുമായിരുന്നു. അതിന് അദ്ദേഹം പൈസ ഈടാക്കിയിരുന്നില്ല. വല്ലപ്പോഴുമൊക്കെ ഫ്രീ ആയിട്ട് ഇറച്ചി തന്നിരുന്ന കുമാരൻ ചേട്ടൻ്റെ മകളായിരുന്നു കൊണ്ടായിരിക്കണം കനകച്ചേച്ചി അഭിനയിക്കുന്നതിനിടയിൽ മുറുക്കി ഞുള്ളിപ്പറിച്ചിട്ടും പിറ്റേന്ന് അവരെ ഞാൻ കല്ലെടുത്തെറിയാതിരുന്നത് ഇറച്ചി കിട്ടുന്നതിൻ്റെ ഒരു നന്ദി കാരണമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ചു നേരം കമ്പനിക്കാരുടെ തൊടിയിലെ തെങ്ങുകളെ നോക്കി മിഴിച്ചു നിന്നിട്ട് സാനിയ സിസ്റ്റർ ക്ലാസ്സിലേക്ക് തിരിഞ്ഞു ചോദിച്ചു, ഇനിയും ഫീസ് അടയ്ക്കാത്തവരാരെങ്കിലും ഉണ്ടോ? ഞാൻ അനങ്ങിയില്ല. കുറച്ചു നേരം കൂടി മൗനിയായി നിന്നിട്ട് ഈ സിസ്റ്റർ വളരെ നാടകീയത കലർന്ന സ്വരത്തിൽ പറഞ്ഞു, ഇക്കൂട്ടത്തിലൊരു മിടുക്കൻ ഇതുവരെയും ഫീസ് തരാതെ അനങ്ങാതെ ഒളിച്ചിരിപ്പുണ്ട്. മിക്കവാറും ആ പണമൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വല്ല കട്ടിങ്ങോ പ്യാരിയോ ഒക്കെ മേടിച്ച് തിന്നതായിരിക്കും എന്നുകൂടി അക്കൂട്ടത്തിൽ പറഞ്ഞു വെച്ചു.